അതെ, വോട്ട് രേഖപ്പെടുത്തി. അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനും ഈ പ്രാവശ്യത്തെ ഇലക്ഷനും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സിമിലാരിറ്റി ഉണ്ട്. കാരണം ഇലക്ഷൻ ഈ കോർപ്പറേഷൻ, ഇവിടെ ഇത് കോർപ്പറേഷനാണ്. കോർപ്പറേഷനായാലും എൻ്റെ മണ്ഡലത്തിൽ 2 പഞ്ചായത്തുണ്ട്. അവിടെ ആണെങ്കിലുമൊക്കെ നമുക്ക് ഈ ഇലക്ഷൻ പ്രചരണം കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു പ്രചരണമാണ്. കാര്യം നമ്മളെ ആൾക്കാർ ശരിക്കും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയൊക്കെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായാലും അവരിങ്ങോട്ട് പറയുന്നതെല്ലാം തന്നെ വികസനത്തിനെക്കുറിച്ചും അവരുടെ ക്ഷേമ പദ്ധതികളെക്കുറിച്ചും എല്ലാ വീടുകളിലും എത്തപ്പെടുന്ന അവരുടെ ആ പെൻഷനുകളെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഫലം കഴിഞ്ഞ പ്രാവശ്യം ഗംഭീരമായിട്ട് കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം കിട്ടി. ഈ പ്രാവശ്യവും അതുതന്നെയാണ് എന്നാണ് നമുക്ക് ഇതുവരെയായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എല്ലാ ഇലക്ഷനും വികസന വിഷയങ്ങളില്ലെങ്കിൽ വട്ടപൂജ്യമാണ്. അല്ല പിന്നെ എന്തിനാണ് ഭരിക്കുന്നത്? കോർപ്പറേഷനായാലും ഗവൺമെൻറ് ആയാലും ഏറ്റവും സാധാരണക്കാർക്ക് വികസന ക്ഷേമ പ്രവർത്തനങ്ങളും അവർ എത്തിയില്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യും. അപ്പോൾ ആ റിയാക്ഷനാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. ഇപ്രാവശ്യം അത് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, വിധി എന്ന് പറഞ്ഞാൽ വിധി പകർപ്പ് കിട്ടിയില്ലല്ലോ. അതനുസരിച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു കുറ്റവിമുക്തനാക്കി അത് കോടതി വിധിയല്ലേ? അത് നമ്മളെല്ലാം കണ്ടതല്ലേ? അതൊന്നും ഇപ്പോൾ പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. അതെല്ലാം വ്യക്തമായിട്ട് ഗവൺമെൻറ്റും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അതിന് എന്നെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഉന്നയിച്ചോട്ടെ, അതൊക്കെ ഞാൻ സിനിമാ സംഘടനയിൽ ഇപ്പം ഒരു മെമ്പർ മാത്രമാണ്. ഞാൻ അതിനകത്ത് ഒരു ഭാരവാഹിയല്ല, പ്രധാന ഭാരവാഹികളൊന്നും അല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ തീരുമാനം എന്താണോ അതിനാണല്ലോ അവരെ എലക്ട് ചെയ്തത്. അവർ പറയട്ടെ. ഞാൻ ചിരിച്ചോണ്ട് എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയ ആൾക്കാർ പറയും ബബ്ബബ്ബ അടിക്കുന്നു, ബബ്ബബ്ബ. ചിരിക്ക് ബബ്ബബ്ബ എന്നുള്ള ഒരു അർത്ഥം ആദ്യമായിട്ടാണ് ഞാൻ ഇന്ത്യയിൽ കേൾക്കുന്നത്. നമ്മൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ, ആളുകൾ സന്തോഷമായിട്ടൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അത് ബബ്ബബ്ബ എന്തോ ചെയ്യാനൊക്കെ. അതെ, അതിൻ്റെ പ്രൊമോഷനായിരിക്കും ചിലപ്പം, പറയാനൊക്കത്തില്ല. അല്ല, കോടതിയെ മാനിക്കാതിരിക്കാനാ? കുറേ ഉദാഹരണങ്ങൾ ഇപ്പം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. നിയമങ്ങളെടുത്ത് പന്താടുകയും കോടതിയെ വിധി മാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്താകുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിനെപ്പറ്റി നമ്മളെന്തോ പറയാനാണ്? അത് ഓരോ ആൾക്കാർക്ക് ഓരോരോ പെർസെപ്ഷനാണ്. എന്താ അവർ വ്യൂ പോയിന്റിൽ നോക്കുമ്പം ചിലർക്ക് സന്തോഷമായിരിക്കും, ചിലർക്ക് നിരാശയായിരിക്കും. ഞാനിത് വിധിപ്പകർപ്പ് വായിച്ചതിന് ശേഷം ഇതിനകത്ത് എത്രമാത്രം അയാളുടെ പങ്കുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇല്ലായിരുന്നോ, എവിടെയാണ് തെളിയിക്കുക, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് വന്നതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും പറയും. അത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ തീരുമാനം അതാണെങ്കിൽ നമ്മളത് അനുസരിച്ച് നിൽക്കുക. അതൊരു വലിയ തീരുമാനമല്ലയോ? അതല്ല, അവർ തീരുമാനിക്കട്ടെ. അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതെല്ലാം ഇനി തെളിയേണ്ട കാര്യങ്ങളല്ലേ. കുറ്റക്കാരനല്ലാതെ ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഒരു നിരപരാധി പോലും ഒരു ശിക്ഷയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. നിരപരാധിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. റോഡുകളുടെ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ മണ്ഡലത്തിൽ നിങ്ങളൊന്ന് വന്ന് പ്ലീസ് ഒന്ന് കാണണം. എൻ്റെ മണ്ഡലമല്ലിത്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും മുകേഷ് എന്ന് പറയുമ്പോൾ ഒരു ഗുമ്മല്ലേ. ഭരിക്കുന്ന കോർപ്പറേഷൻ ആണെങ്കിൽ ഇവിടുത്തെ മെമ്പർ ആരാ? അതും നോക്കണമല്ലോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.